ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമല്ലേ? പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഒരു കുപ്പിയിൽ കുറച്ച് നൂലും എടുത്ത് വെച്ചിട്ടുണ്ട്. ആ നൂല് കൊണ്ടുള്ള ഒരു ചെറിയൊരു ബോട്ടിൽ ക്രാഫ്റ്റാണ് ചെയ്യാൻ പോകുന്നത്. എപ്പോഴും ചുറ്റിയെടുക്കുക എന്നുള്ളതാണ് എപ്പോഴും കാണുന്നത്, അതല്ല, അതിലും വ്യത്യസ്തമായിട്ടുള്ളൊരു ബോട്ടിൽ ക്രാഫ്റ്റാണ്. അപ്പോൾ അത് കണ്ടു നോക്കുക. അതിന് മുന്നായിട്ട് ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരുണ്ടെങ്കിലും ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലേക്ക് ഒന്ന് പ്രസ് ചെയ്യുക, അതിൽ ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കുക. പിന്നെ വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കാം. ആദ്യം തന്നെ നമ്മൾ ജെസ്സോ അപ്ലൈ ചെയ്ത് ഒന്ന് ഉണക്കിയെടുത്ത് വെച്ചിരിക്കുന്നതാണ്. അതിന് പകരമായിട്ട് ഒരു വൈറ്റ് അക്രിലിക് പെയിൻറ്റ് ഒന്നോ രണ്ടോ കോട്ട് ചെയ്ത് വയ്ക്കാം. എന്നിട്ട് നമ്മൾ സ്കെയിലെടുത്ത് നമ്മളൊന്ന് ഒരു റെക്റ്റാങ്കിൾ ബോട്ടിലാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അപ്പോൾ അത് എടുക്കുകയാണെങ്കിൽ കൂടുതൽ ഭംഗിയാവും. അപ്പോൾ റെക്റ്റാങ്കിൾ ബോട്ടിൽ ഞാനിപ്പോൾ ഇവിടെ ഒന്ന് മാർക്ക് ചെയ്യുകയാണ്. മാർക്ക് ചെയ്യുന്നത് വെച്ചാൽ ഒന്നുകിൽ സ്കെയിലെടുത്ത് വെച്ചിട്ട് മാർക്ക് ചെയ്യാം, ഇല്ലെങ്കിൽ ഒരു പേപ്പർ എടുക്കുക. അതിൻ്റെ റെക്റ്റാങ്കിൾ ഷേപ്പിൽ നമ്മൾ കറക്റ്റ് പകുതി അളവെടുത്തിട്ട്, അതായത് രണ്ട് അളവ്, അതായത് ഒരു റെക്റ്റാങ്കിൾ അതിന് അടുത്ത റെക്റ്റാങ്കിൾ അതുപോലെ അളവെടുത്തിട്ട് ഓരോ ഡോട്ട് ഞാനിപ്പോൾ ഓരോ സൈഡിലായിട്ട് കൊടുക്കുന്നുണ്ട്. അത് നമുക്ക് വേണം, അതിനു വേണ്ടിയാണ്. അപ്പോൾ അതെന്ന് വെച്ചാൽ കറക്റ്റ് ഒരു നൂല് കറക്റ്റായിട്ട് ഒട്ടിക്കാൻ വേണ്ടിയാണ് കേട്ടോ അതിന്. അപ്പോൾ ഇതുപോലെ എല്ലാ സൈഡിലും നമ്മൾ എടുക്കണം. അപ്പോൾ കഴിഞ്ഞ വീഡിയോ എല്ലാവർക്കും സങ്കടമായി ഞാൻ സൗണ്ട് കൊടുക്കാത്തതിന്. അത് വേറൊന്നുമല്ല കേട്ടോ, കഴിഞ്ഞ വീഡിയോയിൽ എനിക്ക് സൗണ്ട് കൊടുക്കാൻ പറ്റാഞ്ഞത് ഞാനൊരു ചെറിയ 2 ദിവസത്തെ ട്രിപ്പിലായിരുന്നു. അപ്പോൾ പെട്ടെന്ന് ചെയ്ത ഒരു ബോട്ടിൽ ക്രാഫ്റ്റ് ആയിരുന്നു. അത് വളരെ സിമ്പിളായിട്ടുള്ള ബോട്ടിൽ ക്രാഫ്റ്റാണ്. അത് കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു നോക്കുക, ചെയ്ത് നോക്കുക. അപ്പോൾ തന്നെ നമ്മളിത് ആദ്യം തന്നെ നോട്ട് ചെയ്തതിന് ശേഷം നമുക്ക് മുകൾ ഭാഗത്തായിട്ട് ഈ ത്രെഡ്, ഞാനിവിടെ വൈറ്റ് കോട്ടൺ ത്രെഡാണ് എടുത്തിരിക്കുന്നത്. ഇതിന് പകരമായിട്ട് ജൂട്ട് റോപ്പ് എടുക്കാം, അത് ചണച്ചരട് യൂസ് ചെയ്യാം. അല്ലെങ്കിൽ വൂളൻ ത്രെഡ് എടുക്കുന്നതിൽ കുഴപ്പമില്ല, പക്ഷേ ചണച്ചരടായിരിക്കും കൂടുതലും നന്നാവുക. അപ്പോൾ ഈ ഫെവിക്കോൾ വെച്ച് ഞാൻ അതിനെ ഒന്ന് ചുറ്റി ഒട്ടിക്കുക. ഇത് റെക്റ്റാങ്കിൾ ഷേപ്പ് ആയതുകൊണ്ട് ഒരു റെക്റ്റാങ്കിൾ ഷേപ്പിൽ വേണം ഒരു അഡ്ജസ്റ്റ് ചെയ്ത് ഒട്ടിക്കാൻ. റൗണ്ട് ഷേപ്പിനേക്കാളും കൂടുതൽ റെക്റ്റാങ്കിൾ ബോട്ടിലായിരിക്കും കൂടുതൽ നന്നാവുക. അപ്പോൾ ഞാൻ ആദ്യം അവിടെ ഒട്ടിച്ച് കഴിഞ്ഞു. ഇനി ബാക്കിയെടുക്കാം. ഇനി നമുക്ക് കുപ്പിയുടെ താഴത്തെ ഭാഗത്തും കൂടെ ഇതുപോലെ ഒന്ന് ചുറ്റി ഒട്ടിക്കണം. അതിന് ഫെവിക്കോൾ തന്നെയാണ്, ഫെവിക്കോൾ വെള്ളം ആഡ് ചെയ്തിട്ടില്ല. പിന്നെ നമ്മൾ ചെയ്യുമ്പോൾ സ്കെയിലോ സ്റ്റിക്കോ എന്തെങ്കിലും എടുത്തിട്ട് നമ്മൾ ഇതുപോലെ ഒട്ടിച്ചതിന് ശേഷം കൈ കൊണ്ട് ഒട്ടിക്കാതെ അത് വെച്ചിട്ട് ഇങ്ങനെ തട്ടി ഒട്ടിച്ചു കൊടുക്കണം. കാരണം ഈ ഫെവിക്കോൾ കയ്യിലുണ്ടെങ്കിൽ നമ്മുടെ കയ്യിലോട്ട് ഈ ത്രെഡ് അങ്ങ് പിടിക്കും, അപ്പോൾ ഒട്ടി നിൽക്കില്ല. അപ്പോൾ അതുകൊണ്ടാണ്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണേ. അപ്പോൾ കണ്ടോ, ഈ സൈഡിലെല്ലാം നമ്മൾ ഓരോരോ നൂലായിട്ട് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ഒന്ന് ഒട്ടിച്ചിട്ട് നമുക്ക് സെൻറ്റർ ഭാഗത്തായിട്ടും കൂടെ ഒന്ന് ഒട്ടിക്കണം. അതിന് വേണ്ടിയാണ്, കറക്റ്റ് സെൻറ്റർ കിട്ടാൻ വേണ്ടിയാണ് ഞാനൊന്ന് ആദ്യം തന്നെ നോട്ട് ചെയ്തത്. അപ്പോൾ അതിന് വേണ്ടിയാണ്. പിന്നെ നമ്മൾ ഇന്ന് കുറച്ച് കൂട്ടുകാരുടെ വർക്ക് ചെയ്തത് ഫോട്ടോസ് ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കണ്ടു നോക്കുക, വീഡിയോ സ്കിപ്പ് ചെയ്യരുത്. അപ്പോൾ ഇതുപോലെ ഒരു ട്രയാങ്കിൾ ഷേപ്പിൽ നമുക്കിപ്പോൾ കിട്ടും. അപ്പോൾ ത്രെഡ് ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കാം. ഇത് സ്മിത പ്രദീപിൻ്റെ മകൾ ചെയ്തൊരു വർക്കാണ്. മകളുടെ പേര് തന്നിട്ടുണ്ടായിരുന്നില്ല. അതിപ്പോൾ ഞാൻ ഐഡിയുടെ പേര് ഞാൻ കൊടുത്തതാണ്. ഇത് ബോട്ടിൽ പെയിൻറ്റിങ്, ഫിംഗർ പെയിൻറ്റിങ് ആണ് ചെയ്തിരിക്കുന്നത്. നമ്മൾ ചെയ്ത ഒരു ഫിംഗർ പെയിൻറ്റിങ്, അത് കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു നോക്കുക, സിമ്പിളാണ്. ഇത് ക്രാഫ്റ്റ് ക്രിയേഷൻ ചെയ്തൊരു വർക്കാണ്. ഇതും സിമ്പിളായിട്ടുള്ളൊരു വർക്കായിരുന്നു. പിന്നെ ജെബിൻ ചെയ്ത ഒരു പ്ലാസ്റ്റിക് ബോട്ടിൽ ക്രാഫ്റ്റാണ്. ഇത് നമ്മൾ ഷാംപൂ ബോട്ടിൽ ക്രാഫ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, അതായിരുന്നു. അത് സിമ്പിൾ വർക്കാണ്. ചെയ്തു നോക്കാത്തവർ ഉണ്ടെങ്കിൽ ചെയ്തു നോക്കുക. ആൻഡ്രിയ ചെയ്തൊരു സിമ്പിൾ ബോട്ടിൽ പെയിൻറ്റിംഗ് ആണിത്. ആൻഡ്രിയ സജി വീണ്ടും ഒരെണ്ണം ചെയ്തിട്ടുണ്ട്. അത് നമ്മുടെ ടിഷ്യൂ പേപ്പർ കൊണ്ടുള്ളൊരു ക്രാഫ്റ്റായിരുന്നു. പിന്നെ ജെൻസി ചെയ്ത ഫ്ലവേഴ്സാണിത്. കൊള്ളാൻ, നല്ല ഭംഗിയുണ്ട്. അപ്പോൾ ഫ്ലവേഴ്സൊന്നും ഞാനിതുവരെ അധികം ചെയ്തിട്ടില്ല, അപ്പോൾ അതൊക്കെ വരുന്നതായിരിക്കും. സിയ സമീർ കണ്ണൂർ ചെയ്ത ഒരു വർക്കാണിത്. നമ്മുടെ ഇലകൾ വെച്ചിട്ട് അത് 3 കളേഴ്സ് വെച്ചിട്ട് ചെയ്ത, എല്ലാവർക്കും ഇഷ്ടമായി. ഹന്ന ആൻ്റണി ചെയ്ത വർക്കുകളാണിത്. അപ്പോൾ കുറച്ച് കൂട്ടുകാരെ നമ്മളിന്ന് ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി ചെയ്തവരൊക്കെ നമുക്ക് അയച്ചു തരേണ്ടത് ഇൻസ്റ്റയിലൂടെയോ അല്ലെങ്കിൽ ഫേസ്ബുക്ക് പേജിലൂടെയോ, അല്ലെങ്കിൽ നമുക്ക് മെയിൽ ID കൊടുത്തിട്ടുണ്ട്, അതിലൂടെയോ നിങ്ങൾക്ക് ഇതിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വാട്സപ്പ് നമ്പർ ചോദിക്കാറുണ്ട് ഇതൊക്കെ തരാൻ വേണ്ടി കമൻറ്റിലൂടെ. പക്ഷേ വാട്സപ്പ് നമ്പർ ഞാൻ തന്നാൽ നമുക്ക് ശരിയാവില്ല എന്ന് എല്ലാവർക്കും അറിയാം. അപ്പോൾ ഈ ഒരു 3 ID നമുക്ക് അയച്ചു തരാം. അപ്പോൾ നമ്മുടെ ത്രെഡ് ഒട്ടിച്ച് കഴിഞ്ഞു. ഇതുപോലെ നമ്മൾ ഓരോന്നോരോ കുപ്പിയുടെ മുകൾ ഭാഗത്തായിട്ടും ഇതുപോലെ ഒട്ടിക്കുക. ചുറ്റിനും ഒരു കഴുത്ത് ഭാഗത്ത് ഒരു ചുറ്റും കൂടെ ഞാൻ ചുറ്റി ഒട്ടിച്ചിട്ടുണ്ട്. ഇത് ട്രയാങ്കിൾ ഷേപ്പ്, ഇപ്പോൾ ഒരു റെക്റ്റാങ്കിളിൽ ട്രയാങ്കിൾ ഷേപ്പ് ആക്കി എടുത്തിട്ടുണ്ട് നമ്മൾ ത്രെഡ്.
ഇതുപോലെ നമ്മൾ ആദ്യം ഒന്ന് ഒട്ടിച്ചെടുക്കണം. എന്നിട്ട് നന്നായിട്ട് ഉണക്കിയെടുക്കണം. എന്നിട്ട് നമുക്ക് ബ്ലാക്ക് ആക്രിലിക് പെയിൻറ്റ് ഒരു സ്പോഞ്ച് കൊണ്ട് അപ്ലൈ ചെയ്യാം. സ്പോഞ്ച് കൊണ്ട് ചെയ്യുന്നതിനൊപ്പം തന്നെ നമ്മൾ ചില സ്ഥലങ്ങളിൽ നമുക്ക് സ്പോഞ്ച് പറ്റൂല, അപ്പോൾ ചില സ്ഥലങ്ങളിൽ നമുക്ക് പെയിൻറ്റ് എത്തൂല, അപ്പോൾ ത്രെഡിൻ്റെ ഇടയിലൊക്കെ. അപ്പോൾ നമ്മൾ ബ്രഷ് കൊണ്ട് ചെയ്യുക. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് ഉണക്കിയെടുക്കുക. ഇനി നമുക്ക് ഓരോ കോളത്തിലായിട്ട് ഓരോ കളേഴ്സ് കൊടുക്കാം. അതിന് അക്രിലിക് കളേഴ്സാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ സെൻറ്റർ ഭാഗത്തായിട്ട് ഞാനൊരു ത്രെഡ് ഒട്ടിച്ചിട്ടുണ്ടായിരുന്നു. ആ ത്രെഡ് ഞാനങ്ങ് മാറ്റി. അതെനിക്കൊരു ഭംഗി തോന്നിയില്ല കേട്ടോ. അപ്പോൾ അത് ഞാൻ മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇത് ഓരോ കോളത്തിലും ഓരോ ട്രയാങ്കിളിലും നമ്മൾ ഓരോ കളേഴ്സ് കൊടുക്കുന്നു. അക്രിലിക് കളേഴ്സ് ചിലതൊക്കെ എൻ്റെ തീർന്നു പോയിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതിന് പകരമായിട്ട് ചോക്ക് പെയിൻറ്റ് യൂസ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് അക്രിലിക് കളേഴ്സ് ഉള്ളെങ്കിൽ അത് മതിയാവും. പിന്നെ ഓരോ കോളത്തിലും ഓരോ കളേഴ്സിന് പകരം പല കളേഴ്സിന് പകരം ഒരു കളറായാലും കുഴപ്പമൊന്നുമില്ല. എനിക്ക് തോന്നുന്നു പല കളേഴ്സ് ഉപയോഗിക്കുമ്പോൾ ഒരു പ്രത്യേക ഭംഗിയാണ്. അപ്പോൾ അത് ഇതുപോലെ ചെയ്തെടുക്കാം. അപ്പോൾ ദേ നമ്മുടെ പെയിൻറ്റിംഗ് ഒക്കെ കഴിഞ്ഞു. പെയിൻറ്റിങ് കഴിഞ്ഞ് ദേ ഈ ഒരു സൈഡിൽ ഒരു കളേഴ്സ്, ഈ ഒരു സൈഡിലും അതേ കളേഴ്സ്, ആ ഒരു രീതിയിലാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. രണ്ട് സൈഡിലും ഒരേപോലത്തെ കളേഴ്സ് വരുന്ന രീതിയിൽ. അപ്പോൾ എളുപ്പമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുറച്ചൊന്ന് സമയമെടുത്ത് ചെയ്യുകയാണെങ്കിൽ നല്ല ഭംഗിയായിരുന്നൊരു ബോട്ടിൽ പെയിൻറ്റിങ്, ബോട്ടിൽ ക്രാഫ്റ്റ് നമുക്ക് ചെയ്തെടുക്കാം. ഇത് എന്തായാലും പെയിൻറ്റ് ചെയ്യുമ്പോൾ ഈ ത്രെഡ് മേലൊക്കെ ആകും. അപ്പോൾ നമ്മൾ അവസാനം ആ ത്രെഡിൽ ഒന്ന് ഔട്ട്ലൈൻ കൊടുക്കാം. ഒന്നെങ്കിൽ ബ്ലാക്ക് കൊടുക്കാം, കോപ്പർ കളേഴ്സ് ഏതെങ്കിലും കൊടുക്കാം, പേൾ മെറ്റാലിക് ഏതെങ്കിലും കൊടുക്കാം, ഗോൾഡ് കൊടുക്കുക, ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് കൊടുക്കുക, ഹൈലൈറ്റ് ചെയ്ത് നിർത്താൻ വേണ്ടി. അപ്പോൾ എല്ലാവരും ചെയ്തിട്ട് എനിക്ക് ഫോട്ടോസൊക്കെ അയച്ചു തരിക. എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടാറ്റാ.